ഏവർക്കും റിവൈൻഡ് ദ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ആരാണ് വാലിബൻ, അല്ലെങ്കിൽ എന്താണ് വാലിബൻ? കണ്ടത് നിജം, കാണാതത് പൊയ്. നീ കണ്ടതെല്ലാം പൊയ്. ഇനി കാണപ്പോവത് നിജം. മലയാള സിനിമാ ആസ്വാദകനെ ഏറെ നാളായി കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണിത്. സംവിധായകന്റെ പേര് ലിജോ ജോസ് പല്ലിശ്ശേരി എന്നായതുകൊണ്ട് ആർക്കും ഈ സിനിമ ഇത്തരത്തിലുള്ളതാകും എന്ന് പ്രവചിക്കാൻ കഴിയുന്നില്ല. കാരണം ലിജോയുടെ മുൻ ചിത്രങ്ങൾ തന്നെ. നായകനും സിറ്റി ഓഫ് ഗോഡും ഡബിൾ ബാരലും ആമേനും ജല്ലിക്കെട്ടും ചുരുളിയും അങ്കമാലി ഡയറീസും നൻപകൽ നേരത്തു മയക്കവുമെല്ലാം കഥ കൊണ്ടും കഥാപരിസരം കൊണ്ടും കഥ പറച്ചിൽ രീതി കൊണ്ടും ഒന്നിനോടൊന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒരു കഥ പറയാൻ അയാൾ എന്ത് രീതിയും പരീക്ഷിക്കും. അതിന്നവരെയുള്ള കഥ പറച്ചിൽ രീതികളെ കൂട്ടുപിടിക്കാതെ സ്വയം ഒരു രീതി അയാൾ തന്റെ സിനിമകളിൽ കൊണ്ടുവരുന്നു. ഒരു സാധാരണ സിനിമയ്ക്കപ്പുറത്തേക്ക് കഥ അവസാനിച്ചിട്ടും കാഴ്ചക്കാരന് കൂട്ടിച്ചേർക്കാൻ ഒരു സ്പേസ് അയാൾ ബാക്കി വെക്കുന്നു. കാഴ്ചക്കാരന് അവന്റെ ഭാവനയ്ക്കും ചിന്തയ്ക്കും അവന്റെ അനുഭവങ്ങളിൽ നിന്ന് ആർജിച്ച അറിവ് കൊണ്ടും പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സ്പേസ്. ചില ചെറുകഥകൾ അവസാനിക്കുന്നത് പോലെ. ഇതുകൊണ്ടായിരിക്കണം തിരക്കഥകൾ എഴുതാൻ മലയാളത്തിലെ മികച്ച ചെറുകഥാകൃത്തുക്കളായ എസ് ഹരീഷിനെയും പി എസ് റഫീഖിനെയും തിരഞ്ഞെടുക്കുന്നത്. വാലിബന് തിരക്കഥ എഴുതാൻ ലിജോ കൂട്ടുപിടിച്ചിരിക്കുന്നത് പി എസ് റഫീഖിനെ തന്നെയാണ്. ആമേൻ എന്ന സിനിമയുടെ രചനയിൽ യാഥാർത്ഥ്യത്തിലേക്ക് ഫാന്റസിയുടെ നൂലിഴകൾ തുന്നിച്ചേർത്ത് മാജിക്കൽ റിയലിസത്തിന്റെ ഭ്രമിപ്പിക്കുന്ന സൗന്ദര്യം കാഴ്ചക്കാരനെ സമ്മാനിച്ച എഴുത്തുകാരൻ. സിനിമയുടെ അവസാനത്തിൽ ഒരു ഫോൺ കോളോടെ വെളിപ്പെടുന്ന പുണ്യാളന്റെ സാമീപ്യവും അതിനോട് ചേർന്ന മ്യൂസിക്കും ആ സിനിമ കണ്ടവരാരും മറക്കാൻ സാധ്യതയില്ല. റിയാലിറ്റിയിൽ നിന്ന് ഫാന്റസിയിലേക്കുള്ള മനോഹരമായൊരു ഒഴുക്കായിരുന്നു ആ സീൻ. ഈ അടുത്ത് പുറത്തിറങ്ങിയ ഗാനരംഗത്തിൽ നാം കണ്ടത് കണ്ണുകളിൽ പ്രണയം ജ്വലിക്കുന്ന വാലിബിനെയാണ്. പോരും പ്രണയവും പകയും മിത്തും ഫാന്റസിയുമെല്ലാം ഒത്തുചേർന്ന ഒരു മാസ് ക്ലാസ് ചിത്രമായിരിക്കും മലൈക്കോട്ടെ വാലിബൻ. മികച്ച തിരക്കഥകൾ കിട്ടാത്തത് കൊണ്ട് മാത്രം മലയാളിക്ക് കുറച്ചു കാലമായി നഷ്ടപ്പെട്ടിരുന്ന ഒരു ലാലേട്ടനുണ്ട്. ഈ അടുത്ത് നേരെന്ന ചിത്രത്തിലൂടെ അദ്ദേഹം തന്റെ ഉള്ളിലെ അഭിനയ മികവിന്റെ കനലിനെ ജ്വലിപ്പിച്ച് കാണിച്ചു തന്നു. എന്നാൽ വാലിബനിൽ അതൊരു കാട്ടുതീയായി കത്തിപ്പടരും എന്നതിൽ സംശയം വേണ്ട. ഒരു പോരാളിയുടെ ശരീരഭാഷയിലേക്ക് അയാൾ മാറുമ്പോൾ വേഗതയേറിയ മെയ്വഴക്കം കൊണ്ട് അയാൾ അത്ഭുതപ്പെടുത്തും. ശബ്ദത്തിലെ ഗാംഭീര്യം കൊണ്ട് എതിരാളിയെ ഭയപ്പെടുത്തും. നോട്ടത്തിലെ മൂർച്ച കൊണ്ട് എതിരി നിൽക്കുന്നവന്റെ സകല ഊർജവും ഊറ്റിക്കളയും. അത്തരത്തിലൊരു ലാലേട്ടനെ കണ്ടിട്ട് കാലമേറെ കൊടുങ്കാറ്റിനെ പോലെ പോരടിക്കുന്ന, ആർദ്രമായ കണ്ണുകൾ കൊണ്ട് പ്രണയിക്കുന്ന, മുഴങ്ങുന്ന ഡയലോഗുകൾ കൊണ്ട് പ്രകമ്പനം കൊള്ളിക്കുന്ന ലാലേട്ടനെ കാത്തിരിക്കാം. അത്തരത്തിലൊരു ലാലേട്ടനെ ഒരിക്കൽ കൂടി സ്ക്രീനിൽ കാണാൻ, ശക്തനായ വാലിബനെ അറിയാൻ. ജനുവരി 25-ന് ടിക്കറ്റ് എടുക്കാം മലൈക്കോട്ടെ വാലിബൻ എന്ന അവതാരത്തെ വരവേൽക്കാൻ. കാത്തിരിക്കുന്നു വാലിബന്റെ വരവിനായി. വാലിബൻ വരാർ.